വിവാദമായ കരിങ്കപ്പാറ സ്കൂളിൻ്റെ ടർഫ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഉഴൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസ്കർ കോറാടുണ്ട് ഇവിടെ. നമുക്ക് അസ്കർ കോറാടുമായി സംസാരിക്കാം. അസ്കർ കോറാട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ട് 2 പ്രാവശ്യം ഉഴൂർ പഞ്ചായത്തിനെ ഭരിച്ച ആളാണ്. ഉഴൂർ പഞ്ചായത്തിനെ എന്താ പറയുക, പിന്നെ അറിയപ്പെടാത്ത ഒരു പഞ്ചായത്തിനെ ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ലൊരു പഞ്ചായത്താക്കി മാറ്റാൻ നേതൃത്വം കൊടുത്തൊരു മെമ്പറാണ്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അസ്കർ കോറാട്. പറയും എന്താണ് വിവാദമായിട്ടുള്ള? കരിങ്കപ്പാറ GUP സ്കൂളിൽ ഒരു ഗ്രൗണ്ട് കൊണ്ടുവരണമെന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾ നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി. നമുക്കൊക്കെ അറിയാം, കരിങ്കപ്പാറ സ്കൂളിൽ 8 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങളാണ് കരിങ്കപ്പാറ സ്കൂൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താനൂർ MLA വി അബ്ദുറഹ്മാൻ അവറുകൾ ഈ മണ്ഡലത്തിൽ ജയിച്ചു വന്നതിന് ശേഷം 2.5 കോടി രൂപയുടെ ഒരു ബിൽഡിംഗാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പണി കഴിപ്പിച്ച ആദ്യത്തെ ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് അല്ലേ? ഈ ബിൽഡിംഗ് 2.5 കോടി രൂപയുടെ ഈ ബിൽഡിംഗ് ആണ് ഇപ്പോൾ പണി നിർമ്മാണം എന്ന രീതിയിൽ ഈ സ്കൂളിന് വേണ്ടി ആദ്യം അനുവദിച്ചത്. രണ്ടാമതായിട്ട് ആസ്പെറ്റോസ് ഇട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു നേരെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്നു. ഇതിൻ്റെ അങ്ങേഭാഗത്ത്, ഈ ബിൽഡിങ്ങിൻ്റെ അങ്ങേഭാഗത്ത്. അതും ഈ പ്രദേശത്തെ PTA-യും ജനങ്ങളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 1.5 കോടി രൂപയുടെ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് MLA അതിന് 1.5 കോടി രൂപയുടെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ വർക്കും പൂർത്തീകരിച്ചു. കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠന സൗകര്യം നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി കൈക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. പ്രധാനമായിട്ടും ഈ കരിങ്കപ്പാറ സ്കൂൾ വികസന രംഗത്തെ കൊണ്ടുവരുന്നതിന് ഒരു ഗേറ്റ് സ്ഥാപിക്കുക എന്ന് MLA ആവശ്യപ്പെട്ടപ്പോൾ 4 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് MLA ഒരു ഗേറ്റ് ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പല പരിപാടികൾക്കും വരുമ്പോൾ ഈ സ്കൂളിൽ ഉഴൂർ പഞ്ചായത്തിന് ഒരു കളിക്കളമില്ല എന്നുള്ളത് വളരെ സത്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി വന്നതിന് ശേഷം മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും കളിക്കളം എന്നൊരു പദ്ധതി വരികയാണ് ഉണ്ടായത്. MLA പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. വി അബ്ദുറഹ്മാൻ MLA താനൂർ മണ്ഡലത്തേക്ക് കളിക്കളം എന്നൊരു പദ്ധതിയിലേക്ക് ആദ്യം നിർദ്ദേശം കൊടുത്തത് നമ്മുടെ കരിങ്കപ്പാറ സ്കൂൾ ഒരു ഗ്രൗണ്ട് വേണമെന്നാണ്. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്പോർട്സ് രംഗത്തേക്ക് കടന്നു വരുന്നതിനും സ്പോർട്സൊക്കെ നടത്തുന്നതിന് പ്രത്യേകിച്ചൊരു ഗ്രൗണ്ട് നമുക്കില്ല. കരിങ്കപ്പാറ സ്കൂളിൽ വെച്ചിട്ടാണ്, ഈ ഗ്രൗണ്ടിലാണ് ഇവിടെ വെച്ച് നടത്തുന്നത്. അപ്പോൾ കുട്ടികൾ വീഴുകയും അവർക്ക് പരിക്ക് പറ്റുകയൊക്കെ ചെയ്യുക ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ഗ്രൗണ്ട്, ഒരു ടർഫ് ഇവിടെ സ്ഥാപിക്കണമെന്ന് കുട്ടികൾ നിരന്തരം ആവശ്യപ്പെട്ടു. നമ്മുടെ MLA ശ്രദ്ധയിൽപ്പെടുത്തി. MLA അത് 2 കൈയും നീട്ടി സ്വീകരിച്ചു. 80 ലക്ഷം രൂപയാണ് നമ്മൾ ടർഫിന് വേണ്ടിയിട്ട് MLA നമുക്ക് ഫണ്ട് അനുവദിച്ചു തന്നത്. എത്ര ഫണ്ട്? 80 ലക്ഷം. 80 ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് ഫണ്ട്. ടർഫ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് MLA വി അബ്ദുറഹ്മാൻ അനുവദിച്ചിട്ട് 80 ലക്ഷം രൂപയാണ് ടർഫിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ അടച്ചുപൂട്ടി, ഇവിടെ ആകെ പ്രചരണമാണ്, ഇവിടെ അടച്ചുപൂട്ടിയിട്ടാണ് ടർഫ് കൊണ്ടുവരുന്നത്. ഇത് ഓപ്പണാണ്. അതാണ് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഓപ്പണാണ്, ആർക്കും കയറി വന്ന് കളിച്ച് എപ്പോഴും പോകാം. ഇതിൻ്റെ അതോറിറ്റി സ്പോർട്സ് കൗൺസിലല്ല, പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ഇതൊക്കെ ഈ പ്രദേശത്തെ ജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. പിന്നെയും ഇതൊന്നും കൊണ്ടുവരരുത്, വികസനമൊന്നും കൊണ്ടുവരരുതെന്ന് തീരുമാനമെടുത്തതിനെ വെച്ച് ചില ഛിദ്രശക്തികൾ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ അതൊക്കെ വകവെക്കാതെ തന്നെയാണ് MLA ഒരു പദ്ധതി ഈ സ്കൂളിൽ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും. വികസനത്തിന് നമ്മൾ ആദ്യം തടസ്സം നിൽക്കരുത്. നമ്മുടെ കുട്ടികളൊക്കെ ആധുനിക രീതിയിലുള്ള സ്പോർട്സ് രംഗത്തേക്ക് കടന്നു വരുന്ന ആൺകുട്ടികളായാലും പെൺകുട്ടികളും ഒക്കെ നല്ല രീതിയിലുള്ള ടർഫിൽ കളിക്കട്ടെ. നമുക്കിവിടെ ടർഫിൽ കളിക്കുമ്പോൾ സ്പോർട്സ് നടത്താൻ കഴിയും, അതേപോലെ അസംബ്ലി നടത്താൻ കഴിയും, മറ്റു പരിപാടികളൊക്കെ ഇവിടെ നടത്താൻ കഴിയും. അതിനൊരു തടസ്സമില്ല. ഇതിൻ്റെ അതോറിറ്റി പഞ്ചായത്ത് സെക്രട്ടറിയാണ്, സ്കൂളാണ്, ആർക്ക് വേണമെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റും. ഒരു മിനിറ്റ്, ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ആകെ ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിന്റെ മുകളിൽ ഈ വല അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഇത് ഏത് ഭാഗത്തുനിന്നും വന്ന് ഇത്ര ഉയർത്തിനുള്ളൂ. ഇപ്പോൾ ഈ അടിയാണ് ഉയർത്തുന്നത്. ഈ അടിയുള്ളൂ. ഇനി ഇതിൽ വേറെ ഒന്നുമില്ല. ഇത് ഇതേമാതിരി ഇത് വിരിച്ചാണ്ട് പോകും. അപ്പൊ നമ്മളെ കുട്ടികൾ കളിക്കട്ടെ, കുട്ടികൾ ടർഫ് കളിക്കട്ടെ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സ്പോർട്സ് രംഗത്ത് കടന്നു വരുന്ന അവസരം ഒരുക്കുക. വൈകുന്നേരങ്ങളിലും രാവിലെയും എല്ലാവരും കളിക്കട്ടെ. അതല്ല നമ്മുടെ ലക്ഷ്യം. ഇതില്ലാതാക്കാനുള്ള ശ്രമമാണ് നമ്മുടെ പല ആളുകളും. ഞാൻ പേരൊന്നും എടുത്ത് പറയും, നിങ്ങൾക്കൊക്കെ അറിയാം. ഇത് വരുന്നതിന് എതിർക്കുന്ന ഒരു ടീം നമ്മുടെ കരിങ്കപ്പാറ പ്രദേശത്തുണ്ട്. അവരെ എന്തെല്ലാം പറഞ്ഞിട്ടാണോ അവരൊക്കെ വശത്താക്കാൻ നോക്കുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചുകൊണ്ട്. എങ്ങനെ ഇത് തകർക്കാൻ നോക്കിയാലും 100 ഇരട്ടി ശക്തിയോടെ
MLAയുടെ ഈ പദ്ധതി കരിങ്കപ്പാറ സ്കൂൾ ഗ്രൗണ്ടിൽ നടപ്പിലാക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇനി ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പരിപാടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പരിപാടി വീണ്ടും ഇന്നലെ മുടങ്ങിപ്പോയ പരിപാടി വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകളാണ്. ഇത് ഞങ്ങളെ LC സെക്രട്ടറി ബാബുവേട്ടനാണ്. ബാബുവേട്ടൻ ഇപ്പോൾ എന്താ ഇങ്ങനെ ഈ പരിപാടിയുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് കരിങ്കപ്പാറയ്ക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? ഇത് വരാനുള്ള കാരണം ഈ പണി ഇവിടെ നടക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തണം എന്നുള്ള രീതിയിൽ കുറച്ച് പേര് ഇടപെട്ടു. അപ്പോൾ അത് നമ്മളെ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്നൊരു സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു പദ്ധതിയാണ്. അത് ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കണം. അത് തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കവരെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന അടിസ്ഥാനത്തിലാണ് നമ്മളതിൽ വന്നത്. അതേമാതിരി നമ്മളെ പഞ്ചായത്തിൽ ആശുപത്രിയാണെങ്കിലും സ്കൂളുകളാണെങ്കിലും റോഡാണെങ്കിലും എല്ലാം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മുഴുവൻ മിക്കവാറും നമ്മളെ MLAയുടെ ഫണ്ടാണ്. അല്ല ബാബുവേട്ട, ഒരു കാര്യം ഇവിടെ ജനങ്ങളുടെ കരിങ്കപ്പാറയിൽ ആകെ ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവിടെ ഗ്രൗണ്ട് കുറച്ച് കുറവാണ്. ഇപ്പോൾ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ഇനി സാധാരണ ഉള്ള മാതിരി ഈ എന്താ പറയുക ഗ്രില്ല് വെച്ചിട്ട് പെട്ടി പൊന്തിക്കും. പിന്നെ കുട്ടികൾക്ക് നടക്കാനില്ല ഉള്ളൊരു സൗകര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ആണ്. അതായത് മുടക്കുന്ന ടീം. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ അറിഞ്ഞാൽ കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസ്കർ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല, ഇത് ഇത്രയേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അതിൻ്റെ വാസ്തവം ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ട്. ആ എസ്റ്റിമേറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന്. അതെടുത്ത് നോക്കിയാൽ അവർക്ക് അറിയില്ലേ. അത് പഞ്ചായത്ത് പ്രസിഡന്റിന് അറിയാം, PTA പ്രസിഡന്റ് ഇതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ ആ എസ്റ്റിമേറ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ലീഗിലും കോൺഗ്രസിലൊക്കെ കുറേശ്ശെ മുഴുവൻ ആൾക്കാരില്ല, ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെയാണ്. അതിപ്പോൾ വിഴിഞ്ഞ തുറമുഖം കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പോൾ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്, ഗെയിൽ കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പോൾ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്, ദേശീയപാത ഞങ്ങൾ തടുക്കുമെന്ന് പറഞ്ഞ് റോട്ടിൻ്റെ മുകളിൽ പിന്നെ മുസല്ല ഇട്ട് നിസ്കരിക്കാൻ നോക്കി. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മളെ കരിങ്കപ്പാറയിൽ ലീഗിലും കോൺഗ്രസിലും ഒരു വിഭാഗം. ഇതിൽ ലീഗിലും കോൺഗ്രസിലുള്ള കുറേ ആൾക്കാർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല, ഇതൊക്കെ രാജ്യത്ത് നടക്കേണ്ട കാര്യമാണെന്ന്. അതുകൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചാണ് അവരിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊന്നും അവർ പിന്മാറണമെന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനമായിട്ട് ഗംഭീരമായിട്ട് നടക്കും. അങ്ങനെ ദിവസം കാര്യം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിക്കാൻ ഓക്കെ, എന്നാ പറഞ്ഞു. അതോടൊപ്പം തന്നെ MLAയുടെ ഒരു വലിയൊരു പദ്ധതി ഉഴൂർ PHൽ വരാൻ വേണ്ടി പോവാണ്. ഓപ്പൺ ജിം. അതിപ്പോ ഇങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ടൈമിലും ഓപ്പൺ ജിമ്മ് 50 ലക്ഷം രൂപ വകയെത്തിക്കൊണ്ടാണ് ഒഴൂരിൽ FSCയിൽ ആ ഓപ്പൺ ജിമ്മ് വരുന്നത്. ഇതൊക്കെ 50 ലക്ഷം രൂപയാണ് വകയെത്തിയല്ലേ. അപ്പോൾ ഇതൊക്കെ MLA ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് ഇത്ര 10-60 വർഷത്തോളമായി ഇത്തരം പദ്ധതികൾ ഒഴൂരിൽ കൊണ്ടുവരുന്നിട്ടില്ല ഇതുവരെ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം മറ്റു ചിലർക്കുണ്ട്. എത്ര തന്നെ നിങ്ങൾ മുടക്കാൻ ശ്രമിച്ചാലും പൂർവാധികം ശക്തിയോടെ ഇതൊക്കെ ഒഴൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കും എന്നുള്ളതാണ് പറയാൻ. അപ്പോൾ ഇവിടെ എല്ലാവരും പിന്നെ എല്ലാവരും ഇതാ ഭയങ്കര ആകാംക്ഷയോടെ ഇത് സംഗതി ഒരു എല്ലാവർക്കും ഒരു നമ്മൾ സന്തോഷത്തോടെയാണ് ഇത് ഇത്രത്തോളം ഉഷാറാവുന്നത് ഇവിടെ ആരും വിചാരിച്ചിട്ടില്ല. കണ്ടാ കളി ഇപ്പം തന്നെ തുടങ്ങി, കുട്ടികൾ തുടങ്ങി, വലിയവരും തുടങ്ങി, എല്ലാവരും തുടങ്ങിയല്ലോ. ഇതാണ് സ്ഥിതി. അപ്പം ഇനി എല്ലാവരോടും എൻ്റേതായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഞാനിവിടെ 7 വർഷത്തോളം കരിങ്കപ്പാറ PTA ഉണ്ടായിരുന്നാണ്. 2 വർഷം PTA പ്രസിഡൻ്റായിരുന്നു, 3 വർഷം PTA വൈസ് പ്രസിഡൻ്റായിരുന്നു. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം PTA അംഗത്തായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ദാസൻ കൊളക്കാട്ടിൽ. അപ്പോൾ ഈ വിവാദങ്ങൾക്ക് എല്ലാവരും ഇതോടുകൂടി അവസാനിപ്പിക്കണം. ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒന്നും യാതൊരു കാരണത്താലും ഇതിനെ ഉൾക്കൊള്ളരുത്. ഇത്
കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടി. നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾ ഇനി പഴയ ഇതുപോലല്ല. ഇനിയുള്ള കുട്ടികളൊക്കെ ഇതുപോലെ ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുട്ടികളതിന് 1500-2000 രൂപയൊക്കെ കടം വാങ്ങി പോയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ടർഫ് പോയി കളിക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാതാക്കാൻ നമ്മളെ സർക്കാരും ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ ഓക്കെ, താങ്ക് യു.